പ്രശാന്തേട്ട, ഈ ഹമാസിൻ്റെ ക്രൂരത എന്ന് പറയുന്നത് ലോക മനസാക്ഷി ഞെട്ടിക്കുന്നതാണ്. നമ്മൾ 6 ഇസ്രായേലി ബന്ദികളെ റഫ തുരങ്കത്തിൽ നിന്ന് ക്രൂരമായി ഉപദ്രവിച്ച് കൊലപ്പെടുത്തിയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇസ്രായേലിൽ വലിയ പ്രക്ഷോഭമാണ്. അതുവരെ ഇപ്പം നെതന്യാഹു വലിയ ഹീറോ ആയിട്ട് നിന്ന നെതന്യാഹുവിനെതിരെയാണ് ഇപ്പോൾ അവിടെ പ്രക്ഷോഭം. ബന്ദ് നടത്തുന്നു. ബാക്കിയുള്ള 100 ബന്ദികളെ ഹമാസ് ബന്ദികളാക്കി വെച്ചിരിക്കുന്ന അവരുടെ ജീവൻ രക്ഷിക്കണം എന്ന് പറയുന്നു. അങ്ങനെ അവിടെ വലിയ പ്രക്ഷോഭത്തിലേക്ക് ഇസ്രായേൽ മാറുകയാണ്. പക്ഷേ ഇവിടെ ഹമാസിൻ്റെ ഈ ക്രൂരത ലോകമെമ്പാടും ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. അവർ കൊന്നതെന്ന് പറഞ്ഞാൽ ശാരീരികമായി വളരെ ക്രൂരമായി ഉപദ്രവിച്ചതിന് ശേഷം ക്ലോസ് റേഞ്ചിൽ വെടിവെച്ചാണ് ഇവരെ കൊല്ലുന്നത്. ഈ ബന്ദികളുടെ കൂട്ടത്തിൽ ഒരാൾ രക്ഷപ്പെട്ടിരുന്നു. അപ്പോൾ ആ രക്ഷപ്പെട്ട ആൾ പോയി ഇവരെവിടെയാണുള്ളത് എന്ന് പറഞ്ഞു കൊടുക്കുമെന്ന ഭീതിയിലാണ് ബാക്കി 6 പേരെ വധിച്ചത്, കൊല്ലപ്പെടുത്തിയതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ പുതിയൊരു ഘട്ടത്തിലേക്ക് ഇത് മാറുകയാണ്. ഇനി ഇസ്രായേൽ എങ്ങനെയാണ് ഇത്? അവിടുത്തെ പ്രക്ഷോഭകാരികൾ പറയുന്നത് ഈ യുദ്ധ കരാറിൽ ഒപ്പുവെക്കണം, കരാറിൽ ഒപ്പുവെച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കണം എന്ന മനസ്ഥിതിയിലേക്ക് ആളുകൾ മാറുന്നു. അതെങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത്? യുദ്ധക്കരാറിൽ ഒപ്പുവെക്കണമെന്നാണല്ലോ ഹമാസിന്റെ ആവശ്യം. അത് ഒരുപക്ഷെ അങ്ങനത്തെ ഒരു യുദ്ധക്കരാറിൽ ഒപ്പുവെച്ചാൽ അത് ഇവരുടെ ഇപ്പോൾ നേരിടുന്ന ഭീഷണി വരും കാലങ്ങളിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ആ 7-ാം തീയതി നടന്ന ആക്രമണത്തിനെ തുടർന്നാണല്ലോ ഈ 10,500 പേരെ കൊന്ന ആ ഒരു ആക്രമണത്തിന് ശേഷമാണ് ഹമാസിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി പോയത്. അപ്പം ആ ഘട്ടങ്ങളിലെല്ലാം ഇവരുടെ ഒരു പഴെന്ന് പറഞ്ഞാൽ അന്ന് പിടിച്ചുകൊണ്ട് പോയ ബന്ദികളാണ്. പലവട്ടം ഒരു ആക്രമണത്തിന് ശേഷം ഈ നെതന്യാഹുവും അല്ലെങ്കിൽ ഈ ഇസ്രായേലും ബന്ദികൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ബന്ദികളെ വെച്ച് വിലപേശുന്ന രീതിയിലേക്കാണ് ഹമാസും അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിരിക്കുന്ന അവരെ നിർത്തിയിരിക്കുന്ന രാജ്യങ്ങളും ഒളിഞ്ഞും തെളിഞ്ഞുള്ള രാജ്യങ്ങളുടെ ഒരു രീതി എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ അന്ന് ഒരു ഘട്ടത്തിൽ നെതന്യാഹു പറഞ്ഞു, അത്രയും പേര് കൂടെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും, എന്നാലും ഇത് തുറന്നുകൊണ്ട് പോകാനൊക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് ആക്രമണം നടത്തിയിരിക്കും. അപ്പം ഹമാസ് ഏതാണ്ട് പൂർണ്ണമായിട്ടും ഇല്ലാതായതുപോലെയാണ്. ഇപ്പം ഈ അവിടെ ഇവിടെയും പറയുന്നതിന് വേണ്ടി ആട് കിടക്കുന്നിടത്തൊരു കൂടെ എന്നൊക്കെ പറയുന്നതൊക്കെ ഉള്ള കാര്യമേ ഉള്ളൂ. ഇപ്പോൾ ഈ ബന്ദികളെ കൊണ്ട് വീണ്ടും അവിടെ ഒരു ആഭ്യന്തര കലാപത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് ഇസ്രായേലിനകത്ത്. അത് നേരത്തെ തന്നെ അവിടെ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്. പ്രതിപക്ഷ പാർട്ടിയും ഭരണപക്ഷ പാർട്ടിയും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ യുദ്ധം വരുമ്പോൾ ഇവരെ ഒന്നിച്ച് നിൽക്കുന്ന ഒരു രീതിയാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അത് മുറിച്ചിച്ച് ബന്ദികളുടെ വിഷയം വെച്ചിട്ട് ഇതിനകത്ത് ഒരു ചേരിത്തിരിവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമുണ്ടോ, അത് ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ലോകത്ത് മറ്റു രാജ്യങ്ങളൊന്നും അതൊക്കെ സംഭവിക്കുമെങ്കിൽ ഇസ്രായേൽ പോലുള്ള രാജ്യത്ത് ഒരിക്കലും അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഏതായാലും അമേരിക്ക ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട്. കാരണം ഈ ഒരു വിഷയം, ബന്ദികളുടെ വിഷയം അവിടെ ഒരു ആഭ്യന്തര വിഷയമാണെന്ന് കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ പലവട്ടം യുദ്ധം തീർക്കുന്നതിന് വേണ്ടിയുള്ള കരാറുകൾക്ക് വന്നപ്പോഴും ഹമാസ് അതൊന്നും അല്ലെങ്കിൽ ആ കരാറുകൾക്കൊന്നും ഒപ്പുവയ്ക്കാതെ അല്ലെങ്കിൽ ആ കരാറുകൾക്കൊന്നും നിന്നു കൊടുക്കാതെ വീണ്ടും വഴുതി പോയിട്ട് അത് ഹമാസിൽ നിന്നും ഹിസ്ബുള്ളയിലേക്കും അല്ലെങ്കിൽ അതിനെ ആ യുദ്ധത്തിനൊക്കെ ഇറാഖിൻ്റെ സഹായവും അല്ലെങ്കിൽ സിറിയയുടെ സഹായവും ചില രാജ്യങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടി ഇപ്പോഴും ഹിസ്ബുള്ള നിരന്തരം റോക്കറ്റ് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ സമയത്താണ് ഏതാണ്ട് 3 ലക്ഷം പേരോളം തെരുവിലിറങ്ങി ഏതാണ്ട് ഹോസ്റ്റൽ ഫാമിലി ഫോറം എന്ന് പറയുന്ന ഒരു ഫോറമാണ് നേതൃത്വം കൊടുക്കുന്നത്. പിന്നെ അവിടുത്തെ ട്രേഡ് യൂണിയനുകളും മറ്റ് ട്രേഡ് യൂണിയനുകളൊക്കെ ട്രേഡ് യൂണിയനുകൾ. അപ്പം 3 ലക്ഷം പേര് തെരുവിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഒന്നുകിൽ കൃത്യമായ അല്ലെങ്കിൽ ചർച്ച, യുദ്ധ കരാറ്, അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള യുദ്ധം വളരെ വലിയ രീതിയിൽ മൂർച്ഛിപ്പിച്ചുകൊണ്ട് പോയി യുദ്ധത്തിന് തന്നെയാണെന്നുള്ള രീതിയിലൊരു സൂചന നൽകിയിട്ടുണ്ട്. ഏതായാലും യുദ്ധം നിൽക്കുന്ന ഒരവസ്ഥയിലേക്കല്ല പോകുന്നത്. കാരണം ഒരു ആഭ്യന്തര പ്രശ്നവും അല്ലെങ്കിൽ നെതന്യാഹുവിൻ്റെ കസേരയുടെ വിഷയമൊക്കെ ആയിട്ട് അത് യുദ്ധം മാറിയിരിക്കുന്നു. കാരണം ഇത്രയും കാലം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം, അവർക്ക് യുദ്ധം എന്നും യുദ്ധം ചെയ്ത് നിൽക്കുന്ന ഒരു ജനതയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. തോളിൽ തോക്കും തൂക്കിയിട്ട് ദിനേരികൾ കഴിക്കുന്ന ജനതയാണ്. അത് അവർക്കല്ല വിഷയം, അവർക്ക് ഈ ബന്ദികളുടെ വിഷയം. അതിനകത്ത് ഒരു വൈകാരികമായ കാര്യമുണ്ട്. അവരുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ അതൊരു നമ്മൾ കുറ്റം പറയാൻ പറ്റത്തില്ല. ആ ഒരു വിഷയം വെച്ചിട്ട് അതിനെ മുതലെടുപ്പ് നടത്തുകയാണ് ഇപ്പം ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ. അപ്പോൾ ഏറ്റവും അവസാനം ഒന്നും നടക്കത്തില്ല എന്ന് കണ്ടപ്പോഴാണല്ലോ വീണ്ടും ബന്ദികളെ വധിക്കുന്ന ചിത്രങ്ങളും അല്ലെങ്കിൽ ആ വധിച്ച രീതിയൊക്കെ പുറത്തുവിട്ട് ഒരു പ്രക്ഷോഭത്തിലേക്ക് ഒരു പരിധിവരെ എത്തിക്കാൻ ഹമാസിന് സാധിച്ചിട്ടുണ്ട്. അതൊരു ആഭ്യന്തര വിഷയമായിട്ട് ഇസ്രായേൽ വന്നിട്ടുണ്ട്.
അതിനി ഏത് തരത്തിലേക്ക് അത് വഴുതി മാറും അല്ലെങ്കിൽ വഴിതിരിഞ്ഞു പോകും എന്ന് നമുക്കറിയത്തില്ല. ഘോര യുദ്ധത്തിലേക്ക് പോകുമോ, അല്ലെങ്കിൽ മറ്റുള്ള ഇവരെ സഹായിക്കുന്ന രാജ്യത്തിലേക്കൊക്കെ ഇസ്രായേൽ ആക്രമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമോ എന്നൊക്കെ നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. കാരണം ഇതൊരു രാഷ്ട്രീയ പ്രശ്നം കൂടിയാണല്ലോ, ഒരു പ്രധാനമന്ത്രിയുടെ ഇമേജിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ യുദ്ധം കൊണ്ട് രാജ്യത്തിന് ഗുണമല്ല, രാജ്യത്തിലെ ആൾക്കാർക്ക് ദോഷം വരുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നതെന്നുള്ള ഒരു ആഭ്യന്തര വിഷയമായിട്ട് ഇസ്രായേൽ വരികയും പറയാം, ഒരു പൗരന്റെ ജീവന് പോലും വളരെ വില കൊടുക്കുന്ന ഇസ്രായേലും പരമല്ല ജൂതന്മാരുടെ ഒരു ഇത് വെച്ചിട്ട്, അപ്പം അതിനപ്പുറം ഈ രാജ്യത്തിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് കണ്ട് രാജ്യത്തെ വിശാലമാക്കുന്ന രീതിയിലേക്കും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ പിടിച്ചെടുക്കുന്ന രീതിയിലേക്കും ഒക്കെ യുദ്ധം പോകുമ്പോൾ നമ്മൾ ഉറ്റുനോക്കേണ്ടതായിട്ടുണ്ട്. ഇതിനകത്ത് കോടതി ഇടപെട്ടിട്ടുണ്ട്. കോടതി ഇടപെട്ടിട്ട് ഈ സമരം നിർത്താൻ കോടതി ഉത്തരവുണ്ട്. അപ്പോൾ കോടതി ഉത്തരവ് വന്നതിന് ശേഷം അവിടുത്തെ ഈ ഹിസ്റ്റാട്രറ്റിൻ്റെ തലവൻ അർണോൺ ബാർ, അദ്ദേഹം പറഞ്ഞ അർണോൺ ബാർ ഡേവിഡ് എന്ന് പറയുന്നതാണ് തൊഴിലാളി യൂണിയൻ്റെ നേതാവ്. അദ്ദേഹം പറഞ്ഞു കോടതി വിധി ഞങ്ങൾ അനുസരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അവരാണ് ഈ രാജ്യവ്യാപകമായി പൊതു പണിമുടക്ക് നടത്തിയത്. അപ്പോൾ പണിമുടക്കിൽ വിമാന സർവീസുകൾ നമ്മുടെ നാട്ടിലെ പോലെ വിമാന സർവീസുകൾ മുടങ്ങുന്നു, ബാങ്കുകൾ അടഞ്ഞു കിടന്നു, ദേശീയപാതകളും റോഡുകളും എല്ലാം ഉപരോധിക്കുന്നു. അപ്പം നമുക്കത് സർവ്വസാധാരണമായതുകൊണ്ട് നമുക്കതിനകത്തൊരു പുതുമയില്ല. അതുപോലെ തന്നെ ആരോഗ്യരംഗം, എല്ലാ മേഖലയിലും ഇത് ബാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം. അതായത് ഇസ്രായേൽ നിശ്ചലമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ആ പ്രക്ഷോഭത്തിൽ നിശ്ചലമായി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ പ്രധാന ടെൽ-അവീവിലെ വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനവും തടസ്സപ്പെട്ടു. അപ്പോൾ ഈ റാഫയിലെ തുരങ്കത്തിൽ നിന്ന് ഇവരെ വധിച്ചതിന് ശേഷം എങ്ങനെയായിരിക്കും ഇനി ഇസ്രായേൽ ഒന്നീ സമവായത്തിലേക്ക് പോവോ, കരാർ ഒപ്പിട്ട് എന്നാൽ പിന്നെ നിർത്താം എന്ന ചിന്തയിലേക്ക് പോവോ, അതോ അവരെന്നും ചിന്തിക്കുന്ന പോലെ അഴിക്ക് തിരിച്ചടി, ഇതിന് ബദലായി അടുത്ത ആക്രമണം എന്നുള്ള രീതിയിലേക്ക് മാറുമോ എന്നുള്ളതാണ്. അത് രാഷ്ട്രീയ നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. ജനങ്ങൾ പക്ഷേ അതിനെ തെരുവിലിറങ്ങിയിരിക്കുന്നു, പക്ഷെ കോടതി ഇടപെട്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും ഇനി അവർ രാഷ്ട്രീയ നേതൃത്വം, നെതന്യാഹു, പ്രത്യേകിച്ച് നെതന്യാഹു ഇസ്രായേൽ ഇതുവരെ ഏതാണ്ട് ഒരു കൊല്ലത്തോളമായിട്ട് യുദ്ധം നടക്കുകയാണ്. അപ്പം ഇത്രയും നാളെ എന്തിനു വേണ്ടി യുദ്ധം ചെയ്തു എന്നുള്ളത് ഇസ്രായേലിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. ഹമാസ് എന്ന് പറയുന്നതിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്. വീണ്ടും അവർക്ക് അവിടെ ഒരു താവളമോ അവരുടെ ഒരു പ്രവർത്തനമോ പാലസ്തീൻ ഉൾപ്പെടെയുള്ള സ്ഥലത്തോ അല്ലെ ഇസ്രായേൽ ആഗ്രഹിക്കുന്ന സ്ഥലത്തോ ഒന്നും നടത്താതിരിക്കുന്നതിന് വേണ്ടിയായിരിക്കും ഇസ്രായേൽ യുദ്ധം ചെയ്തു. അപ്പം ഈ ബന്ദികളെ വെച്ചിട്ട് ഒരു കരാർ ഉണ്ടാക്കുന്നതിന് പ്രധാനമായിട്ട് ഹമാസ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ വീണ്ടും അവർക്കവിടെ വന്ന് പഴയ അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അവിടെ താവളങ്ങളും അവരുടെ വികാര കേന്ദ്രങ്ങളും അവർ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് തന്നെ എന്ന് പറയാമല്ലോ. യുദ്ധം ഇടയ്ക്കിടയ്ക്ക് ഒരു ആക്രമണം നടത്തുക, എന്നിട്ട് 2-3 പിള്ളേരെ വെച്ച് ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ പെണ്ണുങ്ങളെ വെച്ച് ഫോട്ടോ എടുക്കുക, ഇതിന്ന് ലോകത്തുനിന്ന് കാശ് പിരിക്കുക, എന്നിട്ട് വിദേശത്ത് എവിടെയെങ്കിലും പോയി നേതാക്കന്മാർ മക്കൾക്ക് കളിക്കാൻ എന്നോളം റോൾസ് റോയ്സ് മേടിച്ചു കൊടുത്ത് ജീവിക്കുന്ന ഒരു ജീവിത ശൈലിയുണ്ടല്ലോ. അപ്പം അതിനെയൊക്കെ തകർത്ത് എവിടെ ഇരുന്നവനെയും വധിച്ച് വേറൊരു അവസ്ഥയിലേക്ക് ഹമാസിനെ വേരോടെ പിഴുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ വീണ്ടും ഒരു ഹമാസിനെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്റ്റാൻഡിന് വേണ്ടി ഇസ്രായേൽ ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ബന്ദികളുടെ വിഷയത്തിലാണെങ്കിൽ ഈ 3 കൊല്ലം ആദ്യത്തെ യുദ്ധത്തിന് കഴിഞ്ഞ് ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ ഈ വിഷയം അവിടെ വന്ന രാജ്യത്ത് ഈ വിഷയം നിൽക്കുകയാണ്. അപ്പം നെതന്യാഹു എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി കണക്കിലെടുത്തത് ഇത്രയും ബന്ദികളുടെ ജീവനെക്കാട്ടി വലുതാണ് രാജ്യത്തിന്റെ ഇനി മുന്നോട്ടുള്ള പോക്കും ആ രാജ്യത്തിന്റെ സുരക്ഷയും. കാരണം ഇത്രയും കാലത്തിനകത്ത് ഇസ്രായേലിന് സംഭവിച്ചിട്ടില്ലാത്ത ഒരു കോട്ടമാണ് ഈ 1500 പേര് കടന്നു കയറി അവിടെ കയറി അവരെ വധിക്കുക എന്നുള്ളത്. ഇസ്രായേലി കയറി വേറെ ഒരു രാജ്യം പോലും അല്ല, ഇതുപോലൊരു ടെററിസ്റ്റ് ഗ്രൂപ്പ് കയറി അത് അവർക്ക് വലിയ ക്ഷീണത്തിലേക്കാണ് വന്നത്. കാരണം ആ രാജ്യത്തിന്റെ സുരക്ഷയെ വരെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് വന്നത്. ജോൺ ഓർമ്മ ഉണ്ടാവുമല്ലോ, ഇസ്രായേലിൽ ഇത് സംഭവിക്കുമോ, ഇസ്രായേലിൽ എങ്ങനെ സംഭവിച്ചു, അപ്പോൾ ഹമാസ് എത്രത്തോളം വലുതാണ്, അവരെന്ത് പ്ലാൻഡ് ആണെന്ന് പറഞ്ഞിട്ടൊന്ന് ആവേശം കൊള്ളുന്ന വിവിധ മഹദൂദി ചാനലും അടുക്കുപൂട്ടി ചർച്ചയും ഇന്നലെ വൈകിട്ട് വരെ മഹദൂദി ചാനലും അടുക്കുപൂട്ടി ചർച്ചക്കാരും ഒക്കെ പറയുന്നതനുസരിച്ച് ഹമാസ് ജയിച്ചു തന്നെ നിൽക്കുകയാണ്, നാളെ കാലത്ത് അവർക്കാണെന്നുള്ള രീതിയിലാണ്. അപ്പം അവർക്ക് ഇനിയും ചുവടുറപ്പിക്കാനുള്ള ഒരു രീതിയിലേക്ക് ഒരുപക്ഷെ ഇസ്രായേൽ നിന്നു കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനകത്തൊരു രാഷ്ട്രീയ തീരുമാനം പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടിയാണ് ഇതുവരെ കണ്ടിരിക്കുന്നത്. അവരുടെ രാജ്യത്തിനകത്തൊരു ഇതുപോലൊരു അടിയന്തര ഘട്ടം വരുമ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷവും അല്ല കൂടി രാജ്യ താല്പര്യത്തിനനുസരിച്ച് പോകുന്ന രീതിയാണ് കാണുന്നത്. അത്തരത്തിലുള്ള തീരുമാനം തന്നെ ആയിരിക്കും. അത്തരത്തിലുള്ള തീരുമാനം എടുത്തിട്ടേ കാര്യമുള്ളൂ. കാരണം ഇത്രയും നാള് ഒരു കാര്യം വേണ്ട എന്ന് വെച്ചാൽ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി പോയിട്ട് അവസാന ഘട്ടത്തിൽ ഇതെല്ലാം നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ ഇത്രയും കാലത്ത് യുദ്ധം ചെയ്തിട്ട് വീണ്ടും ഹമാസിന്റെ കയ്യിലേക്ക്
ആഗ്രഹിക്കുന്നതിലേക്ക് പാലസ്തീനെയും അല്ലെങ്കിൽ ഇസ്രയേലിനെയൊക്കെ കൊണ്ടെത്തിക്കുന്ന ഒരു കരാർ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്തരത്തിൽ വരത്തുമില്ല. വീണ്ടും ഹമാസ് അല്ലെങ്കിൽ ഹിസ്ബുള്ളയൊക്കെ തിരിച്ചടിക്കാനും യുദ്ധത്തിൽ കൂടി തന്നെ കീഴ്പ്പെടുത്താനുമുള്ള ഒരു ശ്രമത്തിലേക്ക് ആയിരിക്കും പോകുന്നത്. പിന്നെ ഈ ബന്ദികളെന്ന് പറഞ്ഞാൽ ഇനിയും എത്രത്തോളം ബന്ദികൾ ജീവിച്ചിരിപ്പുണ്ട്, അല്ലെങ്കിൽ ഈ മൊസാദ് പോലെയുള്ളവർക്ക് ഈ ബന്ദികൾ എവിടെയാണെന്ന് അറിയാം. നേരത്തെ ഒരു ഇടയ്ക്ക് വെച്ച് അവർ അറിയാതെ പോലും ബന്ദികളെ ഒരു 150 പേരെ മോചിപ്പിച്ചു അവിടെ ചെന്ന് ഒരു പോലും അറിയാം. അപ്പം ഈ ബന്ദികൾ ഉണ്ടോ എന്നുള്ള കാര്യം പോലും വ്യക്തമല്ല. അതാണ് അമേരിക്ക ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, ബന്ദികളുടെ കാര്യത്തിൽ കൃത്യമായ കാര്യം പറയണം, തീരുമാനമെടുക്കണം, ഉണ്ടോ ഇല്ലയോ, ജീവനുണ്ടോ എന്നും അന്ന് ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അത് വെളിയിൽ വിടുന്നില്ലെന്നേ ഉള്ളൂ, ഒരു ആഭ്യന്തര പ്രശ്നമായിട്ട് വെളിയിൽ വിടുന്നില്ലെന്നേ ഉള്ളൂ. ഇവർ ഈ പറയുന്ന ബന്ദികൾ ജീവനോടെ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. കാരണം ഇവർ കൊന്നു, ഇപ്പം 6 പേരെ കൊല്ലുന്നത് കാണിച്ചെങ്കിലും അവർ പോലും അറിയാതെ ഇവർ കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിരുന്നിടത്ത് ഈ യുദ്ധം നടക്കുന്ന സമയത്ത് അവിടെ എവിടെയും അങ്ങനെയൊക്കെ വന്ന് മരിച്ചു പോയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് ഹമാസ് ഒഴുക്കൻ മട്ടിൽ അല്ലെങ്കിൽ ഈ ബന്ദികളുടെ കാര്യം പറയുമ്പോൾ കൃത്യമായ ഒരു ഉത്തരം നൽകാതെ പോകുന്നതെന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും. അപ്പം അത് ഇപ്പം മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട രീതിയിലുള്ള, എന്തുവായാലും ഹമാസിന്റെ കരാറുകൾ അതേപടി അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു യുദ്ധ കരാർ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അങ്ങനെ ഉണ്ടാവാനായിരുന്നെങ്കിൽ ഒരു 3 ആഴ്ച മുമ്പേ ഈ യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ കരാർ ഉണ്ടാവുകയൊക്കെ ചെയ്തേന്. ആ രീതിയിലേക്ക് പോകുമെന്ന് തോന്നുന്നില്ല. ആ രീതിയിലേക്ക് പോയാൽ ആ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുകയും ആ രാജ്യത്തിൻ്റെ ഇതുവരെയുള്ള യുദ്ധത്തിന് യാതൊരു പ്രയോജനമില്ലാതെ പോവുകയൊക്കെ ചെയ്യുമെന്നാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ താല്പര്യം സംരക്ഷിച്ച് തന്നെ പോകും. പിന്നെ ആഭ്യന്തരമായിട്ടുള്ള വിഷയങ്ങൾ, അത് ജനത്തിൻ്റെ പൊതുവെയുള്ള ഒരു വികാരമാണ്. അത് ആ രാജ്യത്ത് തന്നെ, ആ രാജ്യത്തിൻ്റെ സ്വഭാവം അനുസരിച്ച്, ആ രാജ്യത്തിൻ്റെ രീതി അനുസരിച്ച് അത് അവിടെ തന്നെ അടങ്ങി കൃത്യമാവുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്.